ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വിമാനാപകടം സംഭവിച്ചിരിക്കുന്നു. ഈ നൂറ്റാണ്ടിൽ നടന്ന അപകടങ്ങളിൽ ഏറ്റവും വലിയ അപകടം. മരണനിരക്ക് 290 കഴിഞ്ഞിരിക്കുന്നു. അത്ഭുതമെന്ന് തന്നെ പറയട്ടെ, അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അതെ, പറഞ്ഞു വരുന്നത് അഹമ്മദാബാദിൽ സംഭവിച്ച വിമാനാപകടത്തെ പറ്റിയാണ്. നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ അപകടം. ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം. 242 ആളുകളിൽ 241 ആളുകളും മരണപ്പെട്ടിരിക്കുന്നു. ഈ ഒരു അപകടം കേട്ടപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണ് നനയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. എന്തൊക്കെ തന്നെയായാലും മരണപ്പെട്ട കുടുംബങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ദുഃഖത്തിലും നമ്മളും പങ്കുചേരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗാദ്വീഗിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുത്തതായിരുന്നു എയർ ഇന്ത്യയുടെ A171 വിമാനം അഥവാ ഡ്രീം ലൈനർ വിമാനമാണ് ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ജൂൺ 12, 2025 ഉച്ചയ്ക്ക് സമയം 1:39. എയർ ട്രാഫിക്കിൽ നിന്നും എല്ലാവിധ പെർമിഷൻ കിട്ടിയതോടുകൂടി ഈ വിമാനം തന്റെ ലക്ഷ്യസ്ഥാനമായ ലണ്ടനിലേക്ക് കുതിച്ചുയർന്നതായിരുന്നു. ഈ ഒരു സമയത്ത് വിമാനത്തിലുണ്ടായിരുന്നത് 2 പൈലറ്റും 10 ക്രൂവും 230 പാസഞ്ചേഴ്സും ഉൾപ്പെടെ ആകെ മൊത്തം 240 ആളുകളായിരുന്നു. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 53 ബ്രിട്ടീഷുകാരും, ഒരു കനേഡിയൻ സിറ്റിസൺ, 7 പോർച്ചുഗീസുകാരും, ബാക്കി ഇന്ത്യൻ സിറ്റിസനുമായിരുന്നു. അങ്ങനെ എല്ലാവിധ പെർമിഷൻ കിട്ടിയതിനു ശേഷം വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കുകയാണ്. അങ്ങനെ ഏതാനും സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ തന്നെ പൈലറ്റുമാരിൽ നിന്ന് എയർക്രാഫ്റ്റ് കൺട്രോളറിലേക്ക് മേഡേ മെസ്സേജ് ലഭിക്കുകയാണ്. മേഡേ അലേർട്ട് എന്ന് വെച്ചാൽ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്. പൈലറ്റുമാർ അറിയിച്ചിട്ടുണ്ടായത് നോ ത്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നൊരു കാര്യമായിരുന്നു. ഇങ്ങനൊരു മെസ്സേജ് റിസീവ് ചെയ്തതിന് ശേഷം ഈ ഒരു വിമാനത്തെ കണക്ട് ചെയ്യാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിന് കഴിയാതെ പോവുകയായിരുന്നു ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഏതാനും സെക്കൻഡ്സുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയൊരു വേഗത്തിൽ തന്നെ വിമാനം താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. വിമാനം നേരെ വന്ന് വീഴുന്നത് മെലാനി നഗറിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്കാണ്. വളരെ വേദനിപ്പിക്കുന്ന അനുഭവമാണ് അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാളേക്ക് വേണ്ടി സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന അനേകം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്കാണ് വിമാനം നിലംപതിച്ചത്. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ്, മറ്റു ജീവനക്കാരും വെന്തു മരിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകളൊക്കെയും കത്തിക്കരിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദീർഘദൂരത്തെ യാത്ര ആയത് കാരണം വിമാനത്തിൽ ആവശ്യത്തിലധികം ഫ്യൂവൽ നിറച്ചിരുന്നു. ആയതിനാൽ വിമാനം തകർന്നതോടുകൂടി വലിയൊരു സ്ഫോടനം തന്നെയാണ് അവിടെ നടന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏവിയേഷൻ ഫ്യൂവൽ ഹൈലി ഇൻഫ്ലേമബിൾ ആയതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സ്ഫോടനത്തിന് അത് തിരികൊളുത്തുകയുണ്ടായി. ഇനി ഇതിലെ മരണവും അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ 242 ആളുകളാണ് ഇതിലുണ്ടായിരുന്നത്. അതിൽ ഒരേ ഒരു ആൾ